അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ ഒരു അടിപൊളി പ്രൊമോ വീഡിയോ ഇന്ന് വന്നിട്ടുണ്ട്. നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വീഡിയോ ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ പ്രൊമോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പ്രൊമോ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ പ്രൊമോ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഭാഗം തൊട്ട് പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാമയും നമ്മുടെ ചന്ദ്രമതിയും കൂടി ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആരാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഫൈനാൻസ് ഉടമയുണ്ടല്ലോ, അയാളാണ് ഇങ്ങനെ ശയനപ്രദർശനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലരും അയാൾക്ക് കൊടുക്കാനുള്ള ക്യാഷ് ക്ഷേത്രത്തിൽ ഇയാൾ എല്ലാ മാസവും 1-ാം തീയതി ഉരുളാനായിട്ട് വരും. അപ്പോൾ ആ സമയത്താണ് കൊടുക്കുന്നതെങ്കിൽ അന്ന് അയാൾ പൊതുവെ ഒരുപാട് ദേഷ്യമൊന്നും കാണിക്കത്തില്ല. അയാളുടെ ഒരു സഹായി, അതായത് അയാളുടെ ഒരു ഹെൽപ്പറുടെ കയ്യിലാണ് ഈ പൈസ കൊടുക്കുന്നത് ആളുകൾ കൊണ്ടുവന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് ക്ഷേത്ര പരിസരത്തൊക്കെ ആയതുകൊണ്ട് അയാൾ ആരോടും വഴക്കിനൊന്നും പോവില്ല, ഒന്നും പറയത്തുമില്ല. അപ്പോൾ ഈ പൈസ കൊണ്ടുവന്ന് ചിലപ്പോൾ പലരും പൈസ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പലരും ഈ 1-ാം തീയതി ദിവസമായിരിക്കും പൈസ കൂടുതലായിട്ട് കയ്യിലില്ലാത്ത ആളുകൾ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അയാളുടെ ഒരു സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം ഈ പുള്ളിയുടെ കാലിൽ തൊട്ട് തൊഴുത്, അതായത് കാലിൽ തൊട്ട് തൊഴുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇയാളുടെ ഒരു അയാളെ ഒന്ന് കുപ്പിയിൽ ഇറക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ ഈ കാലിലൊന്ന് തൊട്ട് ഒഴുകുന്നത്, എന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്തിനുണ്ടല്ലോ നമ്മുടെ ചന്ദ്രമതിയും നമ്മുടെ ഭാമയും കൂടി അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ശയനപ്രദർശനം നടത്തുമ്പോഴത്തേക്ക് ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ പൈസ കൊടുത്തതിന് ശേഷം ഇയാളെ കാലിൽ ഇങ്ങനെ തൊട്ട് തൊഴുതിട്ട് പോകുന്നു. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഭാമ നമ്മുടെ ചന്ദ്രമതിയോട് പറയുകയാണ്, നോക്ക് ചന്ദ്രേ, ഏതോ ദിവ്യനാണെന്ന് തോന്നുന്നു, കണ്ടില്ലേ ഓരോരുത്തർ പൈസയൊക്കെ കൊടുത്തതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വണങ്ങുന്നത്, എന്തായാലും അത്രയും വിശേഷപ്പെട്ട ആളായിരിക്കും എന്നിങ്ങനെ പറയണം. അപ്പോൾ ചന്ദ്രമതി പറയാണ്, അതിനിപ്പോൾ നമുക്കെന്താ? അപ്പോൾ എൻ്റെ ഭാമ പറയാണ്, എൻ്റെ ചന്ദ്രേ, നമുക്കും ചെന്നിട്ട് അയാളുടെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കാം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഭാമ ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതി പറയണം, അതിൻ്റെ ആവശ്യം എന്താ? എൻ്റെ ചന്ദ്രേ, ഇങ്ങനെയുള്ളവരെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് വച്ചടി കയറ്റം ഉണ്ടാവും, അതുകൊണ്ട് നമുക്കൂടെ പോയി കാലിൽ തൊട്ട് തൊഴുവാം എന്ന് ഇത്രയും കാര്യമായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ പ്രൊമോ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചന്ദ്രയും നമ്മുടെ ഭാമയും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ചന്ദ്രമതിയാണ് ചെന്നിട്ട് നമ്മുടെ ഫൈനാൻസ് ഉടമയുടെ കാലിൽ തൊട്ട് തൊഴുവാണ്. അങ്ങനെ കാലിൽ തൊട്ട് തൊഴുമ്പോഴത്തേക്ക് അയാൾ ഇങ്ങനെ ഉരുണ്ടിങ്ങനെ കറങ്ങി ഇങ്ങനെ മലർന്നു വരുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതിയെ കാണുകയാണ്. അപ്പോൾ തന്നെ പുള്ളിക്കാരനെ എടി ചന്ദ്രയെ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ തന്നെ ചന്ദ്രമതി അവിടെ നിന്ന് ഓടുമ്പോഴും നമ്മുടെ ഫൈനാൻസ് ഉടമ വിളിക്കുകയാണ്, എടി ചന്ദ്രേ എന്നിങ്ങനെ വിളിക്കുകയാണ്. അതാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ചന്ദ്രമതിയും ഭാമയും കൂടി ചെന്ന് മാറി ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫൈനാൻസ് ഉടമ അവരുടെ മുന്നിലേക്ക് വരികയാണ്. വന്നതിന് ശേഷം ചന്ദ്രമതിയോട് പറയാണ്, എടി ചന്ദ്രേ, നീ ഇന്ന് തന്നെ നിൻ്റെ ഭർത്താവിനെയും നിൻ്റെ മക്കളെയും കൂട്ടി എൻ്റെ ഓഫീസിലേക്ക് വന്നേക്കണം. ചുമ്മാ വന്നാൽ മാത്രം പോരാ, എല്ലാവരും ഞാൻ തരുന്ന പേപ്പേഴ്സിലെല്ലാം ഒപ്പിട്ട് തരണം, അല്ലെങ്കിലുണ്ടല്ലോ നീയും നിൻ്റെ കുടുംബക്കാരും എല്ലാവരും തെരുവ് ഇറങ്ങേണ്ടി വരും എന്നിങ്ങനെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ആകെ പേടിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സച്ചിയെയും രേവതിയെയും കാണിക്കുന്നുണ്ട്. നമ്മുടെ സച്ചി രേവതിയോട് പറയുകയാണ്, എൻ്റെ പൊന്ന് രേവതി, നീ ഈ കാശൊന്ന് ആ ഫൈനാൻസ് ഉടമയുടെ കയ്യിൽ കൊടുത്തിട്ട് വാ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ രേവതി പറയണം, ഞാൻ കൊണ്ടുവന്ന് കൊടുക്കാം, ഒരു കുഴപ്പമില്ല, പിന്നെ ഞാൻ ഒരു തെറ്റും കൂടാതെ തന്നെ നിങ്ങൾ പറഞ്ഞു തന്ന രീതിയിൽ തന്നെ പറഞ്ഞു കൊണ്ട് കൊടുക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ മുന്നോട്ട് നടന്നു നിൽക്കുമ്പോൾ രേവതിക്കൊരു ഡൗട്ട്, എന്താണ് അദ്ദേഹം പറഞ്ഞത്, എന്ന് വരുമെന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ. അങ്ങനെ രേവതി തിരിച്ച് സച്ചിയുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. എന്നിട്ട് ചോദിക്കണം, അല്ല നിങ്ങൾ എന്ന് വരുമെന്നാണ് ഞാൻ പറയേണ്ടത് എന്നിങ്ങനെ പറയണം. അപ്പോൾ അതിന് കാരണമെന്ന് വെച്ചാൽ സച്ചി രേവതിയോട് പറയുന്നത്, ഫൈനാൻസ് ഉടമയുടെ അടുത്ത് ഈ പൈസ കുറവാണ്, അതുകൊണ്ട് നീ കൊടുത്തതിന് ശേഷം ഞാൻ മൈസൂർക്ക് ഒരു ഓട്ടം പോയിരിക്കുകയാണ്, ഒരു 3-4 ദിവസം കഴിഞ്ഞേ വരുവുള്ളെന്ന് പറയാനായിട്ട് സച്ചി പറയുന്നുണ്ട്. പക്ഷേ രേവതി അത് മറന്നുപോയി, എത്ര ദിവസം കഴിഞ്ഞാണ് വരുന്നത് എന്നുള്ള കാര്യം രേവതി മറന്നുപോയി. അതാണ് രേവതി നേരെ ചെന്നിട്ട് സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് വരുമെന്നാണ് പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ഉടനെ സച്ചി നിന്നെ ഞാൻ എന്നിങ്ങനെ പറയുകയാണ് സച്ചി. അപ്പോൾ രേവതി പറയണം, നിങ്ങൾ ഇനി എനിക്ക് പറഞ്ഞു തരണ്ട, ഒരു തെറ്റും കൂടാതെ ഞാൻ പറയും, നോക്കിക്കോ ഇങ്ങനെ ആക്കിക്കൊണ്ട് നമ്മുടെ രേവതി നടന്നു പോവുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രൊമോ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. പ്രൊമോ വീഡിയോ കണ്ടത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അടിപൊളി ഒരു എപ്പിസോഡായിരിക്കും നാളെ വരുന്നത്. എന്തായാലും നാളത്തെ റിവ്യൂവുമായിട്ട് ഞാനും വരും, പെട്ടെന്ന് തന്നെ വരാൻ ശ്രമിക്കാം. കാരണം മഴയൊക്കെയാണ്, അതുകൊണ്ട് പവർ കട്ടാണ്. അപ്പോൾ
പിന്നെ ശരിക്കും വീഡിയോ ഇടാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യമല്ല. റേഞ്ചിൻ്റെ പ്രോബ്ലം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഒക്കെ പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ രാവിലെ തന്നെ ഞാൻ വീഡിയോയുമായിട്ട് വരും. എല്ലാവരും കാണണം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. ഒരുപാട് സബ്സ്ക്രൈബർ ഉണ്ടാവുന്നുണ്ട്. ഓരോ ദിവസവും 10ഉം 50ഉം സബ്സ്ക്രൈബർ വെച്ചിട്ട് നല്ല രീതിയിൽ കൂടുന്നുണ്ട്. പക്ഷേ ആരും ലൈക്ക് ചെയ്യുന്നില്ല, കമൻറ്റ് ചെയ്യുന്നില്ല. അതാണ് എനിക്ക് ഡൗട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ സബ്സ്ക്രൈബർ കൂടുന്നത്. വീണ്ടും നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണല്ലോ സബ് ചെയ്തിടുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതല്ലേ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. അത് പക്ഷെ വരുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.